നമസ്കാരം. ഇറാനുമായുള്ള യുദ്ധത്തിൽ ലക്ഷ്യങ്ങൾ പൂർണ്ണമായി കൈവരിക്കാനായില്ല എന്ന വിലയിരുത്തലുകൾ ഉയരുന്നതിനിടെ അമേരിക്കൻ ജനതയിൽ ഉയർന്നുവരുന്ന യുദ്ധവിരുദ്ധ മനോഭാവം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിദേശനയ സമീപനത്തെ വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവരികയാണ്. പുതിയ അഭിപ്രായ സർവേകൾ പ്രകാരം യുദ്ധം നീണ്ടു നിൽക്കുന്നത് രാജ്യത്തിനും ജനങ്ങൾക്കും ഗുണകരമല്ല എന്ന ആശങ്കയാണ് ഭൂരിഭാഗം അമേരിക്കക്കാരും പ്രകടിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ആക്രമണാത്മകവും പലപ്പോഴും അനിശ്ചിതവുമായ ട്രംപിന്റെ നയങ്ങൾ രാജ്യത്തെ അനാവശ്യമായ സംഘർഷങ്ങളിലേക്കാണ് നയിച്ചതെന്ന വിമർശനം ശക്തമാവുകയാണ്. ലക്ഷ്യങ്ങൾ പൂർണ്ണമായി നേടിയെടുത്തില്ല എങ്കിലും ഇറാനുമായുള്ള യുദ്ധത്തിൽ നിന്ന് US എത്രയും പെട്ടെന്ന് പിന്മാറണമെന്ന് അമേരിക്കക്കാരിൽ ഭൂരിഭാഗം പേരും കരുതപ്പെടുന്നതായി അഭിപ്രായ സർവേ റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞു. റോയിട്ടേഴ്സ് ഇൻസോസ് അഭിപ്രായ സർവേയാണ് അമേരിക്കക്കാരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. സംഘർഷം ഇന്ധനവില വർദ്ധിപ്പിക്കുകയും സാമ്പത്തിക സമ്മർദ്ദത്തെക്കുറിച്ചുള്ള ഭയം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് പൊതുജനങ്ങളുടെ ആശങ്ക വർദ്ധിച്ചു വരുന്നതിനാണ് ഇത്തരമൊരു അഭിപ്രായം ഭൂരിഭാഗം ജനങ്ങളിലും ഉളവായിരിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. പ്രതികരിച്ചവരിൽ 66% പേരും US എത്രയും പെട്ടെന്ന് സംഘർഷം അവസാനിപ്പിക്കണമെന്ന് അഭിപ്രായപ്പെട്ടു. സംഘർഷം ദീർഘകാലം തുടർന്നാലും ലക്ഷ്യങ്ങളെല്ലാം നേടുന്നതുവരെ സൈനിക ഇടപെടൽ തുടരണമെന്നാണ് 27% പേരുടെ അഭിപ്രായം. 6% പേർ പ്രതികരിച്ചില്ല. ട്രംപിന്റെ റിപ്പബ്ലിക്കൻ അടിത്തറയിൽ അഭിപ്രായ ഭിന്നതയുണ്ട് എന്ന് സർവേ സൂചിപ്പിക്കുന്നു. പ്രതികരിച്ച റിപ്പബ്ലിക്കൻ അനുകൂലികളിൽ 57% പേർ US ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതുവരെ സംഘർഷം തുടരുന്നതിനെ പിന്തുണച്ചപ്പോൾ 40% പേർ US എല്ലാ ഫലങ്ങളും നേടാതെ തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കണമെന്ന് വാദിച്ചു. റോയിട്ടേഴ്സ് ഇൻസോസ് സർവേ പ്രകാരം പ്രതികരിച്ചവരിൽ 60% പേർ ഇറാനിൽ US സൈനിക ആക്രമണത്തെ അംഗീകരിച്ചില്ല. അതേസമയം 35% പേർ അംഗീകരിച്ചു. വെള്ളിയാഴ്ച മുതൽ ഞായർ വരെ 1021 പ്രതികരിച്ചവരിൽ നിന്നാണ് ഈ അഭിപ്രായ സർവേ നടത്തിയത്. പ്രതികരിച്ചവരിൽ പകുതിയിൽ കൂടുതൽ പേരും സംഘർഷം അവരുടെ വ്യക്തിഗത സാമ്പത്തിക സാഹചര്യങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്ന് കരുതുന്നവരാണ്. അമേരിക്കക്കാർ നേരിടുന്ന യുദ്ധത്തിൽ ഏറ്റവും പെട്ടെന്നുള്ള ഫലങ്ങളിൽ ഒന്നാണ് ഗ്യാസോലിൻ വില വർധനവ്. വില ട്രാക്ക് ചെയ്യുന്ന ഗ്യാസ് ബഡിയിൽ നിന്നുള്ള ഡേറ്റ അനുസരിച്ച് ഗ്യാസ് വില 3 വർഷത്തിനിടയിൽ ആദ്യമായി ഒരു ഗാലണിന് $4 കവിഞ്ഞു. അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് സാധാരണ ഗ്യാസോലിന്റെ ദേശീയ ശരാശരി വില ഒരു ഗാലണിന് $4.02 ആയി ഉയർന്നു. ഇത് ഫെബ്രുവരി 28-ന് സംഘർഷം ആരംഭിക്കുന്നതിന് മുൻപുള്ളതിനേക്കാൾ $1 കൂടുതലാണ് എന്നാണ് രേഖപ്പെടുത്തുന്നത്. അമേരിക്കൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ പ്രതിമാസ വർധനവാണ്. റോയിട്ടേഴ്സ് ഇൻസോസ് അഭിപ്രായ സർവേയിൽ പങ്കെടുത്ത 2/3 ഭാഗവും അടുത്ത വർഷം ഗ്യാസ് വില കൂടുതൽ വഷളാവുമെന്ന് കരുതുന്നവരാണ്. പശ്ചിമേഷ്യയിലെ വിതരണ തടസ്സങ്ങൾക്കിടയിൽ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് ഏകദേശം $70 ആയിരുന്ന ബെഞ്ച് മാർക്ക് ക്രൂഡ് $100 മുകളിലേക്ക് ഉയർന്നു. ഗതാഗത ലോജിസ്റ്റിക് ചെലവുകൾ വർദ്ധിക്കുന്നതിനാൽ ഉയർന്ന ഇന്ധന ചെലവ് പലചരക്ക് സാധനങ്ങളും ഷിപ്പിംഗും ഉൾപ്പെടെയുള്ള കൂടുതൽ ഗാർഹിക ചെലവുകളെ ബാധിക്കുമെന്ന് നിരീക്ഷകർ പറയുന്നു. ട്രംപ് ഭരണകാലത്ത് ഇറാനെതിരെ സ്വീകരിച്ച കടുത്ത നിലപാടുകളും നയതന്ത്ര മാർഗങ്ങൾക്കു പകരം സൈനിക സമ്മർദ്ദം മുൻഗണന നൽകിയത് പ്രാദേശിക സംഘർഷങ്ങൾ കൂടുതൽ രൂക്ഷമാക്കാൻ കാരണമായി എന്നതാണ് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. യുദ്ധത്തിന്റെ മനുഷ്യാവകാശ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ അമേരിക്കയുടെ ആഗോള പ്രതിച്ഛായയ്ക്കും ഇത് തിരിച്ചടിയായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെടുന്ന ജനാഭിപ്രായം ആ കാലഘട്ടത്തിലെ നയപരമായ പിഴവുകൾക്കെതിരായ ഒരു പരോക്ഷ വിമർശനമായും വിലയിരുത്തുന്നുണ്ട്. കൂടാതെ ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് മുദ്രാവാക്യം പ്രായോഗികമായി രാജ്യത്തെ അന്താരാഷ്ട്ര സഹകരണങ്ങളിൽ നിന്ന് അകറ്റുകയും ദീർഘകാല തന്ത്രപരമായ ബന്ധങ്ങളെ ബാധിക്കുകയും ചെയ്തുവെന്ന അഭിപ്രായവും ഉയർന്നുണ്ട്. യുദ്ധത്തിൽ വ്യക്തമായ ലക്ഷ്യങ്ങളും വിജയത്തിന്റെ മാനദണ്ഡങ്ങളും നിർവചിക്കാതെയാണ് നീങ്ങിയതെന്ന വിമർശനം ഇന്ന് കൂടുതൽ പ്രസക്തമാവുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇറാനുമായുള്ള സംഘർഷം വേഗത്തിൽ അവസാനിപ്പിക്കണമെന്ന ജനകീയ ആവശ്യം ട്രംപിന്റെ വിദേശ നയ പൈതൃകത്തെ ചോദ്യം ചെയ്യുന്ന ശക്തമായ പ്രതിധ്വനിയായി മാറുകയാണ്.